ഹലോ ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഈ പൊരിഞ്ഞ ചൂടത്തിട്ടോ, ചൂടും ഭയങ്കര വെയിലുമാണല്ലോ ഇപ്പോഴത്തെ സമയം. അപ്പോഴും നമ്മൾ വാടിപ്പോവാതെ നമ്മളുടെ പച്ചമുളക് കൃഷി ഒന്ന് കണ്ടാലോ. ഞാൻ ഇതെങ്ങനെയാണ് സംരക്ഷിച്ച് എടുക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മളെ പച്ചമുളക് കൃഷി, അതുപോലെ നമ്മളെ ചെടികൾ എല്ലാം തന്നെ ഒന്ന് വാടിപ്പോവാതെ കരിഞ്ഞു പോവാതെ ഞാൻ സംരക്ഷിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മളെ ഈ പച്ചമുളക് നമ്മൾ കൃഷിയൊക്കെ ചെയ്ത് നമുക്കിപ്പം വെള്ളമില്ലാത്ത ക്ഷാമമുള്ളൊരു ടൈമാണല്ലോ. വെള്ളമില്ല, ചൂടും, നമ്മളെ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ വാടി പോവുക, അങ്ങനത്തെ ഓരോ സമയങ്ങളാണല്ലോ. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് സംരക്ഷിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളെ കിച്ചണിലെ വെള്ളം, അതുപോലെ നമ്മൾ അലക്കിയ വെള്ളം, അതൊന്നും ഞാൻ ഒഴിവാക്കൂല. അതൊക്കെ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയെടുത്ത് വെക്കും കേട്ടോ. വെള്ളം നമുക്കൊക്കെ പരിമിതിയാണ് ഇപ്പോൾ. വെള്ളമൊക്കെ കിണറിലൊക്കെ വെള്ളം വറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ പൈപ്പ് വെള്ളമൊക്കെ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതെന്താണ് കാരണം വെച്ചാൽ ഇതിൻ്റെ ചൂട് തന്നെയാണ് കേട്ടോ. ചൂട് കാരണം നമുക്ക് വെള്ളമൊക്കെ വറ്റി പോവാണ്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്തതൊക്കെ ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഒരു ഐഡിയ ആണ് ഞാൻ. അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ ഇതുപോലെ സ്വരൂപിച്ച് വെച്ചിട്ട് നമ്മളെ പച്ചക്കറിക്ക്, ചെടികൾക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കലാണ് സാധാരണ. അത് വൈകുന്നേരം ടൈമിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കൽ കേട്ടോ. രാവിലെ അല്ല, വൈകുന്നേരം ടൈമിൽ ഞാൻ നമ്മളെ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ ഈ നട്ടതിൻ്റെ അടിയിൽ നമ്മൾ കരയിലൊക്കെ നല്ലോണം കൊണ്ടുപോയിട്ട് വെക്കും. അതുപോലെ അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം എന്താ ചോദിച്ചാൽ ഇപ്പം പാമ്പ് ശല്യം നല്ലോണം ഉള്ളൊരു ടൈമാണ്. അതെന്താ, ചൂട് കൂടിയതുകൊണ്ട് പാമ്പുകളൊക്കെ വെള്ളം കിട്ടാനിട്ട് തണുപ്പുള്ള പ്രദേശത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ അതും നല്ലോണം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ചൊഴിക്കുക. അതിൻ്റെ അടിയിലും ചെടീൻ്റെ മരട്ടും പച്ചക്കറീൻ്റെ മരട്ടൊക്കെ എന്തെങ്കിലും ചുരുണ്ട് നിൽക്കുന്നുണ്ടോ ഇല്ല, അതൊക്കെ നല്ല ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഇങ്ങനത്തെ സമയത്ത് നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധ കൊടുക്കുക. നമുക്ക് എല്ലാം നമ്മൾ സംരക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ഒന്നുകൂടി നമ്മളെ ജീവിതത്തിലേക്ക് കുറേ മാറ്റങ്ങൾ കിട്ടും. അതുപോലെ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പച്ചമുളകൊക്കെ ഇതുപോലെ വാടാതെ ഉണങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ഇതുപോലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാട്ടോ. ഒരു വെള്ളം ഞാൻ വേസ്റ്റാക്കി ഒഴിവാക്കലേ ഇല്ല. അതൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് അതിങ്ങനെ വൈകുന്നേരം ടൈമിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കാറാണ് സാധാരണ. നമ്മൾ ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കലാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കേ.